വേറൊരു രീതിയിലുള്ള മീൻ പൊരിച്ചത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക്. പല രീതിയിലുള്ള മീൻ വറവുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ചാനലിൽ തന്നെ 3-4 തരത്തിലുള്ള മീൻ വറവുകളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പുതിയ ശൈലിയിലുള്ള മീൻ വറവാണ് ഇതിനകത്ത്. ഇവിടെ അരപ്പിലാണ് അതേപോലെ തന്നെ പ്രത്യേകത ഇരിക്കുന്നത്. അരപ്പിൽ ഒരു അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 ചെറിയ ഉള്ളി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ 1 സ്പൂണ് ഉപ്പ്, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു വേപ്പില, പിന്നെ കുറച്ച് പാല്. ഇതൊക്കെ അരയ്ക്കാനായിട്ട് ഒഴിക്കുന്ന കുറച്ച് പാൽ, വളരെ കുറച്ച് തന്നെയുള്ളൂ. ഇത്രയുമാണ് ഈ മീനിൻ്റെ അരപ്പിലുള്ള പ്രത്യേകത. പാലാണ് പ്രധാനപ്പെട്ട ഒരു സാധനം. മീൻ നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് ഇതിനകത്ത് പിടിപ്പിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനാണ്. കുറച്ച് കട്ടിയുള്ള എന്നാൽ സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മുടെ അറക്കയുടെ കൂട്ടത്തിൽപ്പെടുന്ന, അറക്കയുടെ കൂട്ടത്തിലല്ല, ട്യൂണയുടെ വർഗത്തിൽപ്പെടുന്ന ഒരു മീനാണ്. വളരെ നല്ല മീനാണ്, വിലയും കുറവാണ്. ആകെ കിലോയ്ക്ക് 10-200 രൂപയുള്ളൂ. പക്ഷേ പ്രശ്നം അവിടെയല്ല. ഒരു മീൻ ഏകദേശം 2.5 കിലോ വരും. അപ്പോൾ കിലോയ്ക്ക് 200 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മീനിന് ഏകദേശം 10-400 രൂപ വരും. അങ്ങനെയുള്ള കേര മീനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മീനിൻ്റെ മുകളിലൊക്കെ പരട്ടി കഴിഞ്ഞു. ഇനി ഏകദേശം ഒരു 10-30 മിനിറ്റ്, 30 മുതൽ നിങ്ങൾക്ക് കൂടുതൽ വയ്ക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ വയ്ക്കാവുള്ളൂ. ഒരു 20 തൊട്ട് 30 വരെയാണ് നോർമൽ പറയ്ക്ക് മാത്രം. ഇത് ശരിക്കും അതിലേക്ക് സോക്ക് ചെയ്യും, അത്ര തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത മീൻ പൊരിച്ചത് ചട്ടി അടുപ്പ് വെച്ചു. ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ പതിപോലെ തന്നെ ഒരു കഷ്ണം ബട്ടർ എല്ലാ ഭാഗത്തുനിന്ന് ആക്കുക. മീൻ ബട്ടറും സാമാന്യ കോമ്പിനേഷനാണ്, പറയാതെ വെച്ചാൽ. അതിലേക്ക് മീൻ ചേർത്ത് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോൾ ഇതിൻ്റെ സൈഡിലേക്കൊരു വെള്ള നിറം വരും. അപ്പോൾ നമുക്ക് മറിച്ച് മീൻ നമുക്ക് മറിച്ചിടാം. മറ്റു സൈഡിൽ നന്നായിട്ട് വെക്കുക. അങ്ങനെ അടുത്ത മീൻ വറുത്ത കൂടി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ കരിഞ്ഞ പോലെ കറുത്ത നിറത്തിൽ കാണും. നോക്കണ്ട, അത് പാലും ചേർന്നുള്ള മസാല ഫ്രൈ ആകും. കുരുമുളകും പാലും ചേർന്നിട്ടുണ്ട്. അല്ലാതെ മീനല്ല. മീനിപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെളുത്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മീനിൻ്റെയൊക്കെ മറുവശം കണ്ടു കഴിഞ്ഞാൽ കണ്ടോ. അപ്പോൾ മീൻ
ഇപ്പോഴും നല്ല ഫ്രഷായിട്ട് ഇരിക്കുന്നതാവ് അപാര രുചിയുണ്ട്. മസ്റ്റ് ട്രൈ.